ചുണ്ടും പിളർത്തി തൻ്റെ അടുത്ത് വന്ന് നിന്ന് പരാതി പോലെ ആദി പറയാൻ തുടങ്ങി. ഇത് കാണെ അവന് പാപം തോന്നി. എങ്കിലും അവൻ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട്, എങ്കിൽ ഞാൻ അതിന് മരുന്ന് വെച്ച് തരട്ടെ. ആ മരുന്ന് വെച്ച് നല്ലപോലെ നീറുന്നുണ്ട്. അതിന് താൻ എങ്ങോട്ടായി നടന്നു പോകുന്ന? മരുന്ന് ഷെൽഫിൽ കാണില്ലേ? ഷെൽഫിലല്ലോ അതിനുള്ള മരുന്ന്, എൻ്റെ കയ്യിലല്ലേ. നിനക്ക് കയ്യിൽ ഓയിൽമെൻ്റ് ഒന്നും കാണുന്നില്ലല്ലോ. നീ ഇങ്ങോട്ട് നോക്ക്, ഞാൻ എവിടെ ഓയിൽമെൻ്റ് വെച്ചേക്കുന്നതെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ കടിച്ച ഭാഗത്ത് അവൻ തൻ്റെ ചുണ്ടുകൾ അമർത്തി. അവിടെ അവൻ്റെ ചുണ്ടുകളും നാക്കും എഴഞ്ഞു നടന്നു. പതിയെ പതിയെ ആ ചുണ്ടുകൾ അവളുടെ കഴുത്തിടിലേക്ക് അഭയം പ്രാപിക്കുകയും പിന്നീട് അത് ചുണ്ടുകളെ ലക്ഷ്യം വെച്ച് നീങ്ങുകയും ചെയ്തു. ദീർഘമായ നേരത്തെ ചുംബനത്തിന് ശേഷം വീണ്ടും ആ ചുണ്ടുകൾ അവളുടെ കഴുത്തിടുക്കിൽ തന്നെ അഭയം പ്രാപിച്ചു. അവിടെ കുറേ നേരം അലഞ്ഞു നടന്നതിന് ശേഷം പതിയെ അവളുടെ മാറിടുക്കിലേക്ക് അവൻ്റെ ചുണ്ടുകൾ നീങ്ങിയതും താൻ ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു അനുഭൂതിയിലായിരുന്നു ആദ്യ. പെട്ടെന്നായിരുന്നു അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നതും ആദിയെ തെള്ളിമാറ്റുകയും ചെയ്തു. സ്വബോധം വീണ്ടെടുത്ത ഓം ആദിയെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും മടിച്ച് അവൻ അവിടെ നിന്നും പോയി. താൻ എത്ര വലിയ തെറ്റാണ് അവളോട് ചെയ്യാൻ പോയത് എന്ന് ഓർക്കും തോറും അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി. ആദി ഓമിനെ പിടിച്ച് തെള്ളി. എങ്കിലും അപ്പോഴും അവൾ ഞെട്ടലിൽ തന്നെയായിരുന്നു. ഓമിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തിയോ പ്രതികരണമോ ഇന്നോളം അവൾ നേരിട്ടിട്ടില്ല. എൻ്റെ കുഞ്ഞീഷ്ണ, നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ കടുവയുടെ അടുത്തുനിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. എന്നിട്ടും അങ്ങേരുടെ മുന്നിൽ തന്നെ കറക്റ്റായിട്ട് എന്നെ കൊണ്ടുവന്നെടുത്ത്. എന്നിട്ടോ ഒരു കിസ് കിട്ടി. തിരിച്ചൊരെണ്ണം കൊടുക്കണം. അങ്ങേര് ഒരു സൂചന പോലും തന്നില്ല. എന്നാൽ ഞാൻ നിനക്കൊരു കിസ് തരാൻ പോവുകയാണെന്ന്. അതെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ നീ എനിക്കങ്ങ് ഒലത്തിയേനെ. അപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കുന്നത്. തൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന ഓമിനെ കണ്ട്. ഇങ്ങേര് ഇനിയും പോയില്ലേ? എന്തോ അവൾ പിറുപിറുത്തു. എന്താ? അവൾ തിരിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ തന്നേൻ്റെ ഹാങ് ഓവറിൽ നീ ചിലപ്പോൾ കരയെ പിടിക്കുക വല്ലതും ചെയ്യുവാന്നോ എന്നറിയാൻ ഞാൻ വന്നതാ. എന്നിട്ടോ? നീ ഇത് കിട്ടിയപ്പോൾ ഒരു കൂസലില്ലാതെ കൂളായിട്ട് നിൽക്കുന്നു. ഞാൻ വിചാരിച്ച് നീ കരയുമായിരിക്കുമെന്ന്. സാധാരണ പെൺപിള്ളേരെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാനെന്തിനാ കറിയുന്നേ? എൻ്റെ ഹസ്ബൻഡല്ലേ എനിക്ക് തന്നത്, അല്ലാതെ വഴിയെ പോയ കണ്ടവന്മാരൊന്നും അല്ലല്ലോ തന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര കിട്ടിയാലും ഞാൻ വാങ്ങി. പക്ഷെ നിങ്ങളൊരു സൂചന പോലും തന്നില്ലല്ലോ എനിക്കൊരു കിസ് തരാൻ പോവാന്ന്. അതുകൊണ്ടൊരു ചെറിയൊരു സങ്കടം. നിങ്ങൾക്ക് തിരിച്ചെനിക്ക് തരാൻ പറ്റിയില്ലല്ലോ. പറ്റിയില്ലെന്നുള്ള വിഷമമല്ല ഉള്ളു. അത് നീ ഇപ്പം ഇനി തന്നേക്ക്. അയ്യടാ, നിങ്ങളൊന്ന് ഉമ്മ തന്നപ്പം നിങ്ങൾ നേരത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നിനക്ക് ഞാൻ ഉമ്മ തരാൻ പോവാന്നും പറഞ്ഞ് ഒരാഴ്ച മുമ്പേ നോട്ടീസ് അച്ചടിച്ച് നിനക്ക് തരാം. അല്ലെങ്കിൽ വാട്സപ്പിലൊരു മെസ്സേജ് ഇടാം. മതിയോ? ഓ, അത്രയൊന്നും വേണ്ട. എങ്കിലും ജസ്റ്റ് തരുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ഉമ്മ തരാൻ പോവുക. അല്ലെങ്കിൽ എൻ്റെ ഒരു അനുവാദം ഉമ്മ. അതിന് കുറച്ച് മുമ്പേ നീ അല്ലയോ പറഞ്ഞേ നീ എൻ്റെ വൈഫാണെന്നും ഞാൻ നിൻ്റെ ഹസ്ബൻഡാണെന്നും. അന്നേരം പിന്നെ എനിക്ക് നിൻ്റെ ചോദിക്കേണ്ട ആവശ്യമില്ല. നീ അന്നേരം എൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അയ്യാരാ, എന്ത് വേണമെന്നും പറഞ്ഞ് ഇനി വാ, ഇപ്പം തരാൻ ഞാനല്ല. എന്തേ, നിനക്ക് സംശയമുണ്ടോ? ഞാനേ അറിഞ്ഞൊന്ന് സ്നേഹിച്ചാലുണ്ടല്ലോ പിന്നെ നമ്മൾ 10 മാസം കഴിഞ്ഞേ ഫ്രീ ആവത്തുള്ളൂ. വേണോ? ഓം പറയുന്നത് കേട്ട് വായും തുറന്ന് ആദ്യം ഓമിനെ തന്നെ നോക്കി നിന്നു. ഭഗവാനെ, ഞാൻ പറയുന്നത് കേട്ട് ഉള്ള കിളിയും കിടപ്പണ്ണിൻ്റെ പറന്നുപോയോ? അത്രയും പറഞ്ഞ് ഓം അവളുടെ അടുത്തേക്ക് വന്ന് ഡി ഡി വിളിച്ചിട്ടും അവൾക്ക് ഒരു കുലുക്കവുമില്ലാതെ വായും തുറന്ന് തന്നെ നിൽക്കുകയാണ്. അവളുടെ തലക്കിട്ടൊരു തട്ട് കൊടുത്തതും നിങ്ങൾ മുമ്പേ എന്താ പറഞ്ഞേ? ഞാനെന്താ പറഞ്ഞേ? സത്യം പറ. ഇന്ന് ഓഫീസിൽ ആരെങ്കിലും അടിയുണ്ടാക്കിയോ ഞാൻ പോരുന്നതിന് ശേഷം? എന്താ? ഇല്ല. നിങ്ങളുടെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പതിവില്ലാത്ത വന്ന് എന്നെ കെട്ടിപ്പിടിക്കുക, എനിക്ക് ഉമ്മ തരിക. പിന്നെ കുറച്ച് മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ 10 മാസം കഴിഞ്ഞ് ഫ്രീ ആവത്തോളെന്ന്. നിങ്ങളുടെ വായി നിങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ ഞാൻ തപസ്സിരിക്കേണ്ടി വരുമെന്നായിരുന്നു. എങ്കിലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാണോ സത്യമാണോ? ഒന്നുകൂടെ പറയുമോ? എടി, നിന്നോടല്ലേ കുറച്ച് മുമ്പേ പറഞ്ഞേ എനിക്ക് അങ്ങനൊന്നുമില്ല. ഒന്നുകൂടെ പറ, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ഓഹ്,
എൻ്റെ ഐശ്വര്യമ്മ, എൻ്റെ അമ്മ സത്യം, നീ അല്ലാതെ വേറെ ആരുമില്ല എനിക്ക്. നിന്നെ മാത്രമേ ഞാൻ സ്നേഹിച്ചുള്ളൂ, നിനക്ക് മാത്രമേ ഞാൻ ഉമ്മ വന്നിട്ടുള്ളൂ, നീ മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഐ ലവ് യു പോരെ. അയ്യേ, ഇതെന്തൊരു ഐ ലവ് യു? എനിക്ക് ഫീൽ ചെയ്യണം, നിങ്ങൾ എൻ്റേത് മാത്രമാണ്. ഇപ്പം ഇത്രയൊക്കെ ഫീൽ ചെയ്താൽ മതി. എപ്പോഴെങ്കിലും എൻ്റെ റൂമിലോട്ട് നിന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തില്ലേ, അന്നേരം നല്ലപോലെ ഞാൻ ഫീൽ ചെയ്യിച്ച് നിനക്ക് ഐ ലവ് യു പറഞ്ഞുതരാം കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് ഓം അവിടെ നിന്ന് പോയി. ഇങ്ങേരിതെന്തൊക്കെയായി പറയുന്നത്? ഇന്ന് എന്തോ പറ്റിയിട്ടുണ്ട് ഉറപ്പാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ എന്തോ ആലോചനയോടെ കട്ടിലിൽ, ഓം തിരിഞ്ഞു നോക്കിയപ്പോഴെന്തോ ആലോചിച്ചുകൊണ്ട് കട്ടിലിലിരിക്കുന്ന ആദ്യയെ കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി. പെണ്ണിനെ ഇന്നൊന്ന് വട്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ അതിത്തിരി കൂടിപ്പോയി. പെണ്ണിരുന്ന് കരയുന്നത് കണ്ടപ്പം വല്ലാത്ത വിഷമം. അതുകൊണ്ടാണ് കൈവിട്ട് പോയത് അവളോടുള്ള പ്രവൃത്തി. ഇനി അത് ആവർത്തിക്കാതെ നോക്കണം, ഇല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ തലയിൽ കയറി നിന്നിറങ്ങും. എങ്ങനെയെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അവൾക്കുള്ള ലക്ഷ്യങ്ങളും നിറവേറ്റി അദ്രിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഞാൻ അവളെ സ്വന്തമാക്കത്തുള്ളൂ. അവനിഷ്ടമല്ല എങ്കിൽ വേണ്ട, അത്ര തന്നെ അവൻ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഇന്ന് പതിവില്ലാതെ മനസ്സിൽ നല്ല സന്തോഷമായതിനാൽ ഓം പെട്ടെന്ന് തന്നെ ഉറങ്ങി. എന്നാൽ ഒരു ചുവരിനപ്പുറം അവൻ്റെ പ്രവൃത്തികൾ കിളിപാറി ഉറക്കം പോലും കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു ആദി. അവൾ കട്ടിലേൽ എഴുന്നേറ്റിരുന്നുകൊണ്ട്, സത്യമായിട്ട് ഇന്ന് അങ്ങേരുടെ തലയിൽ ആരോ അടിച്ചിട്ടുണ്ട് ഉറപ്പാ. എന്നെ കണ്ണിന് നേരെ കാണുമ്പോൾ കടിച്ചു കീറാൻ വരുന്ന ആൾ ഇന്ന് എന്നോട് ഐ ലവ് യു പറയുന്നു, അമ്മയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തത് എല്ലാം ആലോചിച്ചിട്ട് ഞാൻ സ്വപ്നം കാണുവാന്നോന്ന് എനിക്ക് ഡൗട്ട്. ഇതെല്ലാം രുദ്രൻ്റെ അടുത്ത് എന്ന് പറയണമെന്നും പറഞ്ഞ് അപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് രുദ്രൻ്റെ റൂമിലേക്ക് പോയി. രുദ്രൻ്റെ റൂമിൽ ചെന്നതിന് രുദ്രൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന്, രുദ്ര എന്താ അടിപണി, നിനക്ക് രാത്രിയിലൊന്നും ഉറക്കമില്ലേ? എടാ, നിന്നോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണം. എന്തു വടി, നീ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എടാ, നിൻ്റെ ചേട്ടനില്ലയോ എനിക്കിന്ന് ഉമ്മ തന്നു. ആര് ചേട്ടൻ? നീ വല്ല സ്വപ്നവും കണ്ടതുമായിരിക്കും. അത് മാത്രമല്ലടാ, എന്നോട് എന്തൊക്കെ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? നീ പറ, ഞാൻ കേൾക്കാം. എന്താടാ നിനക്കൊരു താല്പര്യമില്ലാത്ത കൂട്ട്? നീ പറയടി, അത് കഴിഞ്ഞിട്ട് കേൾക്കാമല്ലോ, പറയാമല്ലോ ഞാൻ മറുപടി. ഇന്നെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു. ഞാനല്ലാതെ വേറെ പെണ്ണാരുമില്ല അങ്ങേരുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ ഓം അവളോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വള്ളിയും പുള്ളിയും വിടാതെ എല്ലാം രുദ്രനോട് പറഞ്ഞു തീർന്ന് അവൾ തിരിഞ്ഞു നോക്കിയതും രുദ്രൻ നല്ല ഉറക്കം. എടാ, ഞാൻ നിന്നോടാ പറഞ്ഞ. ഇതെല്ലാം ഞാൻ കേട്ട് നീ വല്ല സ്വപ്നവും കണ്ടായിരിക്കും, ഇല്ലെങ്കിൽ പാരാത്രിക്ക് നീ വേറെ ഒന്നും കാണത്തില്ലല്ലോ. എടാ, സത്യമായിട്ടും നീയാണ് സത്യം, എൻ്റെ മരിച്ചുപോയ അമ്മ അച്ഛനാണ് സത്യം, ഇത് സത്യമാണ്. അത്രയും കേട്ടത് രുദ്രൻ ചാടി ഇരുന്നിട്ട്, ആര്? ഓമോ? നിനക്കോ ഉമ്മ തന്നെന്നോ? ഇതെല്ലാം നീ സത്യമാണെന്നോ പറഞ്ഞ? എടാ, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഇതേ അവസ്ഥ തന്നെ എൻ്റെതും. അങ്ങേർക്ക് തലയിൽ ആരോ അടിച്ചിട്ടുണ്ടടാ, അത് അത്രയും നേരം തൊട്ട് ഞാൻ ആലോചിക്കുന്നത്. അത്രയും കേട്ടതും രുദ്രൻ്റെ ഉറക്കം പോയി. രണ്ടെണ്ണോ ആ റൂമിൽ പരസ്പരം നോക്കി കട്ടിലിൽ ചാരിയിരുന്ന് ഇതെന്താ സംഭവിച്ചതെന്നും കാര്യങ്ങൾ എങ്ങനെയാണെന്നും നാളെ തന്നെ ഓമിനോട് എല്ലാ കാര്യങ്ങളും തിരക്കണമെന്നും രുദ്രൻ മനസ്സിൽ കരുതി. നീ എന്താടാ ആലോചിക്കുന്നത്? നീ എന്താ ആലോചിച്ചത്? ഇനി വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് അങ്ങേരുടെ അടുത്തോട്ട് പോകാമെങ്കിൽ 10 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞൻ ട്രോഫി എൻ്റെ കൈ കിട്ടും. ഞാൻ അതിൻ്റെ കാര്യം ഗാഢമായി ആലോചിച്ചാൽ എന്താണെന്നാണ് ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മോള് പെട്ടെന്ന് തന്നെ അവിടെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങേരുടെ അടുത്തോട്ട് ചെല്ലും. അങ്ങേര് നിന്നെ ഈ ജില്ല തന്നെ വിട്ട് ഓട്ടിക്കും. ഇപ്പം മനസമാനത്തിൻ്റെ മുന്നിലെങ്കിലും അങ്ങനെ കാണും. നീ ഒരു ആഗ്രഹം കൊണ്ട് പറയാമെങ്കിൽ നിന്നെ ഈ നാട് തന്നെ വിട്ട് നിന്നെ പുറത്ത് കൊണ്ടുപോയി പഠിപ്പിക്കും. അത് വേണോ അങ്ങനെ കണ്ടുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കണോ? അങ്ങനെ ചെയ്യുമോ? ഞാൻ അങ്ങേരുടെ ഭാര്യയല്ലയോ, അങ്ങേർക്ക് എന്നെ വിട്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യത്തില്ല. ഇല്ല, ഒരുപാട് സ്നേഹമായിരുന്നു നിൻ്റെ ഏട്ടനെ എന്നോടും ഒക്കെ. അങ്ങേരെന്തെല്ലാം ചെയ്ത് കൂട്ടിയത് നിനക്കറിയത്തില്ലല്ലോ. ഓരോന്നോരോന്ന് ഞാൻ അവസരം കിട്ടുന്ന കൂട്ട് നിനക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം തൽക്കാലം മോൾ ഈ ഒരു ആവശ്യമായിട്ട് അങ്ങേരുടെ അടുത്ത് ചെല്ലാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അല്ല, നീ എന്താ ആലോചിച്ചേ?
നാളെ അങ്ങേരോട് ഈ ഒരു കാര്യം ചോദിക്കണോ വേണ്ട എന്ന്. എന്നാൽ പെട്ടെന്ന് ചോദിക്കും, ഞാൻ നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങേര് എന്നെ എടുത്ത് ഭിത്തിയിൽ ഒട്ടിക്കട്ടെ. നീ ഇതൊന്നും പറയല്ലേ, ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണലേ. അത്ര വലിയ പേഴ്സണലേ, നീ എന്തിനാ എൻ്റെ അടുത്ത് വന്ന്? ഇതൊക്കെ സംഭവിച്ച ഒറിജിനലായിട്ട് തന്നെ നടന്നതാണെന്നൊന്നും എനിക്കൊരു വിശ്വാസക്കുറവ്. നിന്നോട് പറഞ്ഞപ്പം വിശ്വാസമായി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഉറക്കം കളഞ്ഞപ്പോൾ സമാധാനമായി കുട്ടിപ്പിച്ചാച്ചേ. പോ നിൻ്റെ റൂമിൽ. എടാ ഞാൻ അവിടെ പോയാലും എനിക്ക് ഉറക്കം വരത്തില്ലടാ, ഞാൻ ഇന്നിവിടെ കിടന്നോട്ടെ. എടി വേണേ പോടി വേണേ, എനിക്ക് കൈയും കാലും ഒന്നും അനക്കാൻ പോലും വയ്യ. അതിൻ്റെ കൂടെ നീ ഇങ്ങനെ ഒന്ന് ഉറക്കം കൂടെ നഷ്ടപ്പെടുത്താൻ നീ പോകാൻ നോക്കിയേ. മനസ്സില്ലാ മനസ്സോടെ അവൾ അവിടെ നിന്ന് തൻ്റെ റൂമിലേക്ക് പോയി. അപ്പോഴാണ് അവൾ കാണുന്നത് തൻ്റെ റൂമിൻ്റെ വാതിലിൽ നിൽക്കുന്ന ഓമിനെ. ഇങ്ങനെയൊക്കെ രാത്രിയിൽ ഉറക്കമില്ല, ഇങ്ങനെന്തിന് എൻ്റെ പുറകിൽ ഈ നടക്കുന്നേ? അങ്ങേറെ ഭാര്യയാന്നല്ലോ, ഞാൻ ഉറങ്ങിയില്ലയോ എന്നുള്ള തിരക്കണ്ട, അങ്ങേറെ ഉത്തരവാദിത്തമാണല്ലോ. അവൾ പതിയെ അവൻ്റെ മുന്നിലൂടെ തന്നെ റൂമിലേക്ക് കിടത്തി. നീ അവിടെ പോയതാ? ഞാൻ രുദ്രൻ്റെ അടുത്തേക്ക് പോയി, അവൻ ഉറങ്ങിയോ എന്നറിയാൻ പോയതാ. ഈ 12 മണിക്ക് നീ രുദ്രൻ്റെ അടുത്ത് എന്നിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം വള്ളി പുല്ലിൽ തെറ്റാതെ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തു. അയ്യോ ഇല്ല, പറഞ്ഞില്ല. ഞാൻ കേട്ടു നീ എന്തൊക്കെ പറഞ്ഞെന്ന്. എന്നെ നാരിച്ച്. നമ്മുടെ ഇടയ്ക്ക് നടക്കുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ? എന്തിനാ മറ്റൊരാളടുത്ത് എന്ന് പറഞ്ഞ്? നീ ഇപ്പോഴും കുഞ്ഞാന്നോ? അല്ലല്ലോ. നിനക്കിതൊക്കെ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ നിനക്കറിയില്ല ഇതുവരെ. അതറിയാം, എന്നാലും നിങ്ങളിതൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു വിശ്വാസക്കുറവ്. അന്നേരം അവനെയും കൂടെ പറഞ്ഞ് അവനും കൂടെ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കൊരു സമാധാനമാകത്തില്ല. അതിനു വേണ്ടി പോയി പറഞ്ഞതാ. മൂക്കാൻ തന്നെ വിശ്വാസക്കുറവല്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളെയും വലിച്ച് തൻ്റെ റൂമിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തു. നിങ്ങളെന്താ ചെയ്യാൻ പോവാ? 10 മാസം കഴിഞ്ഞ് ഫ്രീ ആവുന്ന എനിക്ക് ഇപ്പോഴേ വേണ്ട, കുറച്ച് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. അയ്യ മോടെ മനസ്സിരിപ്പ് കൊള്ളാമല്ലേ, ഭയങ്കര മനസ്സിരിപ്പ്. മോളിപ്പോൾ ഒന്നും ആഗ്രഹിക്കേണ്ട, മോടെ ചേട്ടൻ വന്ന് നിന്നെ എൻ്റെ കയ്യിൽ വെച്ച് തരുന്ന സമയത്ത് നീ ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി കേട്ടോ. ഇനിയും കൂടുതൽ വിളച്ചിൽ വല്ലതും ഇങ്ങനെയുള്ള ആഗ്രഹം വല്ലതും പറഞ്ഞുകൊണ്ട് വന്നാൽ നിന്നെ വേണ്ട ഞാൻ ഇവിടുന്ന് പറപ്പിക്കാം. അവൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുമോ? കാണാതിരിക്കാൻ പറ്റും. ദുഷ്ടൻ. അത്രയും പറഞ്ഞു. നിങ്ങളെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന്? ഞാൻ ആ റൂമിൽ പോയി കിടന്നുറങ്ങാൻ പോവാ. ആദ്യം രുദ്രനോടായി പറഞ്ഞു. രുദ്രൻ അവളോടായി, നീ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഈ റൂമിൽ കിടന്നാൽ മതി. അങ്ങനെ കിടക്കാൻ പാടില്ല. അങ്ങനെ കിടക്കാൻ പാടുണ്ട്. എനിക്ക് നല്ല കൺട്രോളുണ്ട്, നിനക്ക് കൺട്രോൾ ഇല്ലെങ്കിലും. അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും പിടിച്ച് തന്നോട് ചേർത്ത് കിടത്തി. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് കിടത്തി. നിങ്ങളെന്തോ ഭാവിച്ച മനുഷ്യ? ഞാനൊന്നും ഭാവിച്ചില്ല. മുമ്പേ നടന്നതൊക്കെ സ്വപ്നമാണോ എന്നല്ലേ നിൻ്റെ സംശയം? ഇതും കൂടെ ആകുമ്പോൾ ഇതും കൂടെ സ്വപ്നത്തിലും കൂട്ടിക്കോ. എന്തോന്ന്? എൻ്റെ കൂടെ എൻ്റെ ബെഡിൽ എന്നോട് ചേർത്ത് എൻ്റെ കൈക്കുള്ളിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്കടി പൊട്ടിക്കാളി. അത്രയും പറഞ്ഞ് ഓം അവളെ തൻ്റെ കൈക്കുള്ളിലേക്ക് ഒന്നുകൂടെ ഒതുക്കി കിടത്തി. അവളെ ഒന്നുകൂടെ അടക്കി പിടിച്ചുകൊണ്ട് താൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ അവളുടെ മൂർധാവിലൊന്ന് ചുംബിച്ചുകൊണ്ട്, ഇനി കണ്ണടച്ചുറങ്ങിക്കോ കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓൺ ചെയ്ത് അവൻ അവളെ തന്നെ ശ്രദ്ധിച്ച് അങ്ങനെ കിടന്നു. കുറേ നേരത്തിന് ശേഷം അവൾ ഉറങ്ങിയെന്ന് ബോധ്യമായതും അവളെ നല്ലപോലെ പുതപ്പിച്ച് അവൻ അവിടെ നിന്നും ഇറങ്ങി ആദിയുടെ റൂമിലേക്ക് കയറി. കുറച്ച് മണിക്കൂർക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളിലേക്ക് അവൻ്റെ ഓർമ്മകൾ പോയി. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന് അവൻ കാണുന്ന ബാൽക്കണി വഴി ആരോ ആദിയുടെ റൂമിലേക്ക് കയറുന്നതാണ്. ഒട്ടും വൈകാതെ അവൻ ആ റൂമിലേക്ക് ചെന്നതും അവിടെ ആദിയെ കാണുന്നതും അവനൊരു സമാധാനമുണ്ടായി. എങ്കിലും അവൻ്റെ ഉള്ളിൽ വല്ലാതെ അസ്വസ്ഥമായിരുന്നു. കയറി വന്നവനെ ഒരുപാട് ഉപദ്രവിച്ച് കെട്ടി ആ റൂമിലിട്ടതിന് ശേഷം അവളെ തിരക്കിറങ്ങി. അപ്പോഴാണ് രുദ്രൻ്റെ റൂമിലിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത്. പിന്നീട് അവളെ കാത്ത് ഞാൻ അവിടെ നിന്നു. ഓം ഓർമ്മയിൽ നിന്നും തിരിച്ചു വന്ന് ആദിയുടെ റൂമിനകത്തേക്ക് കയറിയതും അടികൊണ്ട് അവശനായി തറയിൽ കിടക്കുന്ന ആ വ്യക്തിയെ നൂത്തിരുത്തി അവൻ്റെ മുഖത്ത് നിന്നും മാസ്ക് നീക്കം ചെയ്ത് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ഓം അവനോടായി, നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആരായി കൊട്ടേഷൻ തന്നത്? നീ പറയുന്നുണ്ടോ അതോ ഇനിയും വേണോ? വേണ്ട സർ, വേണ്ട, ഞാൻ പറയാം. എന്നെ അലങ്കൃത മേഡമാണ് പറഞ്ഞു വിട്ടത്. എന്തിന്? ഈ റൂമിൽ കിടക്കുന്ന പെങ്കൊച്ചിൻ്റെ കൂടെ കിടന്ന് 3-4 ഫോട്ടോ എടുത്ത് രാവിലെ മാത്രമേ ഈ റൂമിൽ നിന്നും പുറത്തിറങ്ങാവൂ എന്നുമാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഓ അങ്ങനെയാണോ?
എങ്കിൽ മോൻ ഇപ്പോൾ ഈ റൂമിൽ കിടക്ക്, നാളെ രാവിലെ മോനെ റിലീസ് ചെയ്യാം. അത്രയും പറഞ്ഞുകൊണ്ട് കട്ടിലിൻ്റെ കാലെ ഒന്നുകൂടി ബലമായി അയാളെ കെട്ടിയിട്ട് ഓം അവിടെ നിന്നും ഇറങ്ങി തിരിച്ച് ആദിയുടെ അടുത്ത് വന്ന് കിടന്നു. പിറ്റേന്ന് രാവിലെ ആകാൻ വേണ്ടിയായിരുന്നു അവൻ്റെ കാത്തിരിപ്പ്. അപ്പോഴും അവന് മനസ്സിലാകാത്ത ഒന്നുണ്ടായിരുന്നു. അലങ്കൃതയെ ഇവിടെ നിന്നും പുറത്താക്കി. പിന്നീട് ഈ പ്ലാൻ ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? നാളെ ആര് വഴിയാണ് ഇങ്ങനെ ഒരു പ്രഹസനം നടത്തി ആദ്യം മോശക്കാരിയാക്കാൻ പോകുന്നത്? മിക്കവാറും അത് അല്ലു തന്നെ ആവാനാണ് സാധ്യത. ബട്ട് അല്ലുവിനിപ്പോൾ അവളുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല. പിന്നെ എങ്ങനെ ഇത്? ഒന്നെങ്കിൽ അവൾ നേരിട്ട് വരണം, അല്ല എങ്കിൽ അല്ലു വഴി. എന്തായാലും നാളെ അറിയാം. ഇത്രയും മനസ്സിൽ കണക്ക് കൂട്ടി അവൻ ഉറക്കത്തിലേക്ക് പോയി. പിറ്റേന്ന് നേരം വെളുത്തതും അവൻ്റെ റൂമിൻ്റെ ഡോർ നോക്ക് ചെയ്യുന്നത് കേട്ടാണ് അവൻ കണ്ണു തുറക്കുന്നത്. ഓം ഡോർ തുറന്നതും അല്ലു തൻ്റെ മുന്നിൽ നിൽക്കുന്നു. എന്താടി രാവിലെ തന്നെ? ഏട്ടാ ടൈം 7 അതിന്? ഏട്ടൻ ഓഫീസിൽ പോകുന്നില്ല? ഞാൻ പോകുന്നുണ്ട്. എന്താ നീ പതിവില്ലാതെ എന്നെ വന്ന് വിളിച്ചുണർത്തുന്നത്? കാര്യം മനസ്സിലായി എങ്കിലും ഓം മനസ്സിലാകാത്ത ഭാവവ്യത്യാസത്തിൽ അവളോട് ചോദിച്ചു. അല്ല, ഇതുവരെ ആദ്യം എഴുന്നേറ്റില്ല. ഏട്ടൻ അവളെ ഒന്ന് വിളിക്കുമോ? എന്താടി അവളെ വിളിക്കുന്നേ? അല്ല, അവളെ താഴെയെങ്ങും കണ്ടില്ല, അന്നേരം ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് വിളിച്ചൂടെ? അവളെ വിളിച്ചിട്ട് ഡോർ ലോക്കാ, അന്നേരം ഏട്ടൻ്റെ ബാൽക്കണി വഴി ഒന്ന് കയറാൻ. അതിനെ അതുവഴിയൊന്നും കയറണ്ട, അവൾ ദാ എൻ്റെ റൂമിൽ എന്നോടൊപ്പം തന്നെ ഉണ്ട്. ഏട്ടൻ്റെ റൂമിലോ? എൻ്റെ റൂമിൽ ദാ എന്നോടൊപ്പം. ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ ആയിരുന്നു. അല്ല, അച്ഛമ്മ പറഞ്ഞ് കല്യാണം ഒക്കെ കഴിയാതെ ഒന്നിച്ച്. അതിനെന്താ, കല്യാണം കഴിച്ചതല്ലേ ഞങ്ങൾ, പിന്നെന്താ ഭാര്യയും ഭർത്താവും തന്നെയല്ലേ. പിന്നെ അമ്പലത്തിൽ പോയി ഒന്നുകൂടെ താലി ചാത്തിയെന്നും പറഞ്ഞാൽ ഒന്നുകൂടെ ഭാര്യയും ഭർത്താവും ആവുമോ? അവൾക്ക് ഇന്നലെ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ കിടത്തി. അതിനെന്താ? ഒന്നുമില്ല കേട്ടോ, എങ്കിൽ ഞാൻ പോവാ. തങ്ങളുടെ പ്ലാനുകളെല്ലാം ചീറ്റിപ്പോയി എന്ന് മനസ്സിലായ അല്ലു അപ്പോൾ തന്നെ അലങ്കൃതയെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. നമ്മുടെ പ്ലാൻ എങ്ങനെ ചീറ്റിപ്പോയി? ആരും ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. അതുമാത്രമല്ല, നിന്നിൽ ആർക്കും സംശയമില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് പാളിപ്പോയി? അലങ്കൃത അല്ലുവിനോടായി ചോദിച്ചു. അപ്പോഴാണ് അല്ലു മറ്റൊരു കാര്യം അലങ്കൃതയോട് പറഞ്ഞത്. ഇന്നലെ രാത്രിയിൽ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇതുവരെ തിരിച്ചു പോയില്ല. അയാൾ മടങ്ങിപ്പോകുന്നത് അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ വീട്ടിൽ എവിടെയോ അയാൾ ഉണ്ട്. ഓമിൻ്റെ കയ്യിൽ വല്ലതും കിട്ടിയാൽ. അല്ലു അത്രയും പറഞ്ഞത്. ഓമിൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, അയാളെ ഇടിച്ച് ആയാലും സത്യം പറയിപ്പിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കുടുങ്ങും. നമ്മൾ രണ്ടുപേരും കുടുങ്ങില്ല, നീ മാത്രം കുടുങ്ങും. നിൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അയാൾക്ക് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊടുത്തെന്നുള്ളത് സത്യം. നിൻ്റെ ലക്ഷ്യം ആദിയ. അവളെ കൊല്ലണം, അല്ലെങ്കിൽ അവളെ ചീത്തപ്പേര് കേൾപ്പിക്കണമെന്നല്ലേ നിനക്ക്. ഇതിൽ എനിക്ക് യാതൊരു റോളുമില്ല. ഓ, അപ്പോൾ മോൾ നൈസായിട്ട് തലയൂരി അല്ലേ? ഇപ്പോൾ കുറ്റം മൊത്തം എൻ്റെ പേരിൽ. അപ്പോൾ മോക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. അദ്രിയുടെ പുറകെ നടന്ന പെൺകുട്ടികൾക്കെല്ലാം എന്ത് സംഭവിച്ചു? അദ്രിക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാരാ? ഈ തെറ്റുകൾ ചെയ്തതാരാ? എല്ലാം ആരുടെ പുറത്തിട്ടാ നീ രക്ഷപ്പെട്ട് നിൽക്കുന്ന? ഇതിൻ്റെ എല്ലാം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് നീ ഒരു ഡ്രഗ്സിനടിമയാണെന്നുള്ളത് നിൻ്റെ ചേട്ടനെ ഞാൻ അറിയിക്കും. അതിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇല്ല എങ്കിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യവും നീ കേൾക്കണം. അല്ലുവിനോടായി അലങ്കൃത അത്രയും പറഞ്ഞു നിർത്തിയതും. നീ എന്താ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുവാണോ അലങ്കൃത? നീ ഇനി എന്തെല്ലാം ശ്രമിച്ചാലും എൻ്റെ ഏട്ടന്മാരും എൻ്റെ വീട്ടുകാരും ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അല്ല, നീ പറയുന്ന ഇനി എന്തായാലും നിന്നെ വിശ്വസിക്കാനോ നിൻ്റെ അച്ഛനെ വിശ്വസിക്കാനോ പോകുന്നില്ല. അതുമാത്രമല്ല, നിൻ്റെ അച്ഛൻ ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കോടികളുടെ അട്ടിമറിയാണ് ഞങ്ങളുടെ ഫാമിലി ബിസിനസ് നടത്തി. അതെല്ലാം ഇപ്പോൾ തിരിച്ചടയ്ക്കണം. തന്തയും മോനും അതിനുള്ള വഴി നോക്ക്. അല്ലു അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തതും അലങ്കൃത ഏറെ ദേഷ്യത്തോടുകൂടി ആ ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. ഫോൺ നിലത്ത് വീണ് പൊട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അശോക് അങ്ങോട്ട് വന്നത്. എന്താ മോളെ, എന്താ? അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അശോകിനോട് പറഞ്ഞതും. ഓ, ആ പെണ്ണിപ്പം മറുകണ്ഠം ചാടിയോ? നമുക്ക് അവളെ വരുതി കൊണ്ടുവരാം. നീ എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? നമ്മുടെ കയ്യിൽ തെളിവുകളെല്ലാം ഇല്ലേ? അതിനൊക്കെ ഉപരി അദ്രിയെ കണ്ടുപിടിക്കും. ഏകദേശം അവൻ എവിടാണെന്നുള്ളത് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടുപേർക്കും നേരെ പോയി അവൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെ നമ്മുടെ സൈഡിലാക്കാം.